തൊഴിലന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിജയ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് പൂക്കോട്ടുംപാടത്ത് ഡിസംബർ 2 ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു. റോയൽ അക്കാദമി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നിയർ ബസ് സ്റ്റോപ്പ്, പൂക്കോട്ടുംപാടം. വണ്ടൂരിൽ ആവേശമായി പ്രിയങ്ക ഗാന്ധി എത്തി. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയുവാനാണ് പ്രിയങ്ക ഗാന്ധി എം പി വണ്ടൂരിലെത്തിയത്. റോഡ് ഷോയോടെയാണ് UDF പ്രവർത്തകർ പ്രിയങ്കയെ സ്വീകരിച്ചത്. കരുളായിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 4:30യോടെയാണ് പ്രിയങ്ക ഗാന്ധി എം പി വണ്ടൂരിലെത്തിയത്. നിലമ്പൂർ റോഡിലെ ഫെഡറൽ ബാങ്കിന് സമീപത്തു നിന്നും തുറന്ന വാഹനത്തിൽ കയറിയ പ്രിയങ്ക ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. നൂറുകണക്കിന് പേരാണ് പ്രിയങ്കയെ കാണാനായി ടൗണിൽ തടിച്ചുകൂടിയിരുന്നത്. തുറന്ന വാഹനത്തിൽ വണ്ടൂർ ജംഗ്ഷനിലെത്തിയ പ്രിയങ്ക ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും തനിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇതിനായി ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തുമെന്നും വയനാട് MP കൂടിയായ പ്രിയങ്ക പറഞ്ഞു. പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധത്തിൽ ഞാൻ നിങ്ങളുടെ ശബ്ദം പ്രതിനിധാനം ചെയ്യും. നിങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യും. You have accepted me as your family and I will fight for you every single day. നിങ്ങൾ എന്നെ നിങ്ങളുടെ കുടുംബാംഗമായി അംഗീകരിച്ചിരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. There are many issues here, I know. I understood some of them during my campaign. ഇവിടെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്, അതെനിക്കറിയാം. പല പ്രശ്നങ്ങളും പ്രചരണ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. There are big issues which relate to everybody, like the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം പോലെ എല്ലാവരെയും ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. Health, education, services. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ സേവനങ്ങളുടെ പ്രശ്നമുണ്ട്. Better roads. മെച്ചപ്പെട്ട റോഡുകളുടെ ആവശ്യമുണ്ട്. There is the issue of the night ban. അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. And then there are smaller issues that different parts of the constituency, different areas of the constituency are facing. അതുപോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഓരോ പ്രദേശത്തെയും ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. I believe that if we strengthen the agricultural sector, if we bring in some food packaging industries here, we can do a lot to improve the situation of farmers in Wayanad. ഇവിടെ നമ്മുടെ കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, ഭക്ഷ്യ സംസ്കരണത്തിനും പാക്കേജിങ്ങിനുമുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുത്തെ കർഷകരെ ശക്തിപ്പെടുത്തുന്നതുകൂടെ ഈ പ്രദേശത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. When I say Wayanad, I mean the whole Lok Sabha constituency. ഞാൻ വയനാട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ. And I also believe that if we strengthen tourism and we show the world what a beautiful place this is, then we can do a lot. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വയനാട് ജില്ലയിലെ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ദുരന്തമുണ്ടായതെന്നും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്ക് ധൈര്യമായി വരണമെന്നും പ്രിയങ്ക അഭ്യർത്ഥിച്ചു. മണ്ഡലത്തിൽ താമസമാക്കുമോ എന്ന് കൂടി നിൽക്കുന്ന ജനാവലിയിൽ നിന്നൊരാൾ പ്രിയങ്കയോട് ചോദിച്ചു. എന്നാൽ മണ്ഡലത്തിൽ താമസമാക്കേണ്ട കാര്യമില്ലെന്നും ഇനി ഇടയ്ക്കിടയ്ക്ക് മണ്ഡലത്തിൽ ഉണ്ടാവുമെന്നും ഒരുപക്ഷെ നിങ്ങൾ എന്നെ കണ്ട് മുഷിയേണ്ടി വരുമെന്നും പ്രിയങ്ക സരസമായി പറഞ്ഞു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AP അനിൽകുമാർ MLA, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, DCC പ്രസിഡന്റ് VS ജോയ്, വൈസ് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് K കുഞ്ഞാപ്പുഹാജി, മണ്ഡലം പ്രസിഡന്റ് P ഖാലിദ്, ജനറൽ സെക്രട്ടറി PA മജീദ്, STU ജില്ലാ വൈസ് പ്രസിഡന്റ് VAK തങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.